സിഎഎ ന്യായീകരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മതപീഡനം നേരിടുന്ന സഹോദരങ്ങൾക്ക് പൗരത്വം നൽകുന്നതിനെ കോൺഗ്രസ് എതിർക്കുകയാണ്. രാജ്യത്തെ അരാജകത്വത്തിലേക്ക് തള്ളിവിടാനാണ് കോൺഗ്രസിന്റെ ശ്രമം. കർണാടകയിൽ ഒരു നേതാവ് ദക്ഷിണേന്ത്യയെ വിഭജിക്കണമെന്ന് പറഞ്ഞു. അടിയന്തരാവസ്ഥയുടെ മനസ്സുള്ള കോൺഗ്രസിന് ജനാധിപത്യത്തിൽ വിശ്വാസമില്ല എന്നും പ്രധാനമന്ത്രി പ്രസംഗിച്ചു. ശരത് കെ ശശിയുടെ വിവരങ്ങളുമായി. ശരത്, പ്രധാനമന്ത്രി എവിടെ നടത്തിയ പ്രസംഗമാണ്? എന്താണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ? സ്മൃതി, ഉത്തരാഖണ്ഡിലെ ബി.ജെ.പി തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിലായിരുന്നു കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനുമെതിരായ രൂക്ഷമായ വിമർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർന്നത്. നേരത്തെ തന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി തുടക്കമിട്ടത് ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു. അവിടെ ഉന്നയിച്ച ആരോപണങ്ങൾ അതേ ശക്തിയിൽ തന്നെ പ്രധാനമന്ത്രി ഉത്തരാഖണ്ഡിലും ആവർത്തിക്കുകയാണ് ചെയ്തത്. രാജ്യത്തിന്റെ ഐക്യത്തിന്റെയും അഖണ്ഡതയുടെയും കാര്യത്തിൽ പ്രതിപക്ഷത്തിന്, അതിൽ തന്നെ വിശേഷിച്ച് കോൺഗ്രസിന് ഒട്ടും താല്പര്യമില്ല. രാജ്യത്തെ വെട്ടിമുറിക്കാൻ വേണ്ടി താല്പര്യപ്പെട്ടവരാണ് കോൺഗ്രസ് എന്നായിരുന്നു പ്രധാനമായും നരേന്ദ്രമോദി കുറ്റപ്പെടുത്തിയത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി കച്ചത്തീവ് വിഷയം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് കോൺഗ്രസ് വെറുതെ നൽകുകയാണ് ചെയ്തത് എന്നും അത്തരത്തിൽ രാജ്യത്തെ വെട്ടിമുറിക്കാൻ വേണ്ടി താല്പര്യപ്പെടുത്തുന്ന ആളുകൾ എങ്ങനെയാണ് രാജ്യ താല്പര്യം സംരക്ഷിക്കുക എന്ന ചോദ്യമാണ് പ്രധാനമന്ത്രി ഉന്നയിച്ചത്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ കർണാടകയിൽ നിന്നുള്ള എം.പിയായ DK സുരേഷിന്റെ പ്രസ്താവനയും ഇതിന് പ്രധാനമന്ത്രി ആയുധമാക്കുകയും ചെയ്തു. ദക്ഷിണേന്ത്യയെ പ്രത്യേക രാജ്യമാക്കണമെന്ന് കഴിഞ്ഞ ജനുവരിയിൽ DK സുരേഷ് പ്രസംഗിച്ചിരുന്നു. ഇത്തരത്തിൽ രാജ്യത്തെ വെട്ടിമുറിക്കണമെന്ന് പറയുന്ന ആളുകൾക്ക് കോൺഗ്രസ് ടിക്കറ്റ് നൽകുകയാണ് എന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ബി.ജെ.പി മൂന്നാമതും അധികാരത്തിൽ വരികയാണെങ്കിൽ രാജ്യം കത്തുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇത് കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും ഉള്ളിലിരിപ്പാണ് ഇത്തരം പ്രസ്താവനയിലൂടെ പുറത്തുവരുന്നത് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ആ രീതിയിൽ കോൺഗ്രസ് സമീപകാലങ്ങളിൽ കൈക്കൊണ്ടിരിക്കുന്ന നിലപാടുകൾ സംബന്ധിച്ചിട്ടുള്ള വിമർശനം പ്രധാനമന്ത്രി ആവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ചട്ടങ്ങൾ പുറത്തു വന്നതിന് ശേഷം പ്രധാനമന്ത്രി വീണ്ടും പൗരത്വ നിയമത്തെ ന്യായീകരിച്ചുകൊണ്ടുള്ള നിലപാടും വ്യക്തമാക്കി. സമീപ രാജ്യങ്ങളിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഒക്കെ തന്നെ മതപീഡനത്തെ തുടർന്ന് ഇന്ത്യയിൽ അഭയം തേടിയിട്ടുള്ള നമ്മളുടെ സഹോദരങ്ങൾക്ക് പൗരത്വം നൽകാൻ ഈ സർക്കാർ തീരുമാനിച്ചു. അങ്ങനെ പൗരത്വം നൽകുന്നതിന് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് പൗരത്വം നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചപ്പോൾ അതിനെയും കോൺഗ്രസ് എതിർക്കുകയാണ് എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വിമർശനം. ശരി, ശരത് കെ ശശിയാണ് വിവരങ്ങൾ നൽകിയത്.